Hi Makle, so we are into day 86 of Xylem JEEnius. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. അപ്പോൾ നിങ്ങൾ വേവ് ഒപ്റ്റിക്സിൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ പറഞ്ഞ കാര്യം ഇതാണ്: റേഡിയേഷൻ ക്യാൻ ഹാവ് ബോത്ത് വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ. ഇവിടെ മാറ്ററിനും പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ടാകാമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഹൈ. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ഡിസ്കഷൻ. So let us start with what is called the introduction of this chapter. Okay, Nijil, hi. അപ്പോൾ നമ്മൾ തുടങ്ങിക്കോട്ടെ. കാത്തോഡ് റേസ്. ഗുഡ് ഈവനിങ്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാത്തോഡ് റേസ്. കാത്തോഡ് റേസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ. So cathode rays are nothing but a stream of fast moving electrons as was discovered by William Crookes. Later it was J.J. Thomson who proposed that cathode rays are nothing but negatively charged radiations, or nothing but the stream of electrons, stream of fast moving electrons. അപ്പോൾ എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ NCERT ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. വെൻ ഡിസ്ചാർജ് ട്യൂബ് ഈസ് പ്ലേസ്ഡ് അറ്റ് വെരി വെരി ലോ പ്രഷർ. വെരി ലോ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അയണൈസേഷൻ ആ ട്യൂബിനകത്ത് നടക്കരുത്. ആ പ്രഷറിന്റെ വാല്യൂ നമ്മളിവിടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് 0.001 millimeter of mercury, right? So it is 0.001 millimeter of mercury is what is observed here. So അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തോഡ് റേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ they are nothing but a stream of electrons, right? They are a stream of electrons. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ല, ഇലക്ട്രോൺസ് ആണ്. അതിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മുടെ ഹക്സാർ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആർ ചാർജ്ലെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാത്തോഡ് റേസ് ഒരു കാരണവശാലും എന്തല്ല, കാത്തോഡ് റേസ് ഒരു രീതിയിലും നമുക്ക് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ല. ചാർജ് ഉണ്ട്. എന്ത് ചാർജ് ഉണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ കാത്തോഡ് റേസ് can be deflected by both electric and magnetic fields. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ. ചാർജ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് നിങ്ങൾക്കറിയാം. ഇലക്ട്രിക് ഫോഴ്സ് F is equal to Q into E. ഇവിടെ ചാർജ് ഉണ്ട്, -E into E. അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സ് നമുക്കറിയാം Q into V cross B. അപ്പോൾ എന്തു പറയാം? That is equal to E into V cross B with a minus here. അപ്പോൾ that can be deflected by both electric and magnetic fields, right? Again, cathode rays can produce ionization. അതുകൊണ്ട് തന്നെ അതൊരു സർഫസിൽ വീണ് കഴിഞ്ഞാൽ മൊമെന്റം ട്രാൻസ്ഫർ ഉണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് they can pass through materials like thin aluminum and gold foils without puncturing it. Okay, ബാക്കി പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. They can cast shadows. And very very important point, X-ray generation. X-rays are produced by highly energetic radiations. Okay, very highly energetic radiations are the ones that produce X-rays, right? So one more point to say is they affect the photographic plate, as cathode rays produce fluorescence and phosphorescence. ഫോസ്ഫോറസെൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പഴയ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന ഫ്ലോറസെൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ട്യൂബിലൊക്കെ ഉള്ള കാര്യങ്ങൾ. നൗ ഞാൻ പറഞ്ഞു ഓൾറെഡി J.J. തോംസൺ ആണ് ഇലക്ട്രോണിന്റെ സ്പെസിഫിക് ചാർജ് ഡിറ്റർമിൻ ചെയ്ത ആള്. എത്രയാണ് സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ? 1.76 into 10 to the power of 11 കൂളും പെർ കിലോഗ്രാം. ഇനി ആരാണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ചത്? സോ നിങ്ങൾക്ക് സ്ക്രീൻ നന്നായിട്ട് വിസിബിൾ ആണല്ലോ അല്ലെ? Are you able to see the screen properly? Please reply. Okay, now moving on to the one who discovered, who determined the charge of an electron. It was none other than R.A. Millikan, right? Yes, thank you. R.A. Millikan. And what is the charge of an electron? നിങ്ങൾക്കറിയാം, it is 1.6 into 10 to the power minus 19 കൂളുംബ്.
അതിൽ നിന്നാണ് നമ്മൾക്ക് ഇപ്പൊ ഇ ബൈ എം, ഈ റേഷ്യോയെ നമ്മൾ ഇ ബൈ എം റേഷ്യോ എന്ന് പറയും. അത് ജെ തോംസൺ ആണ് കണ്ടുപിടിച്ചത് ഡിസ്ചാർജ് ട്യൂബിൽ. that consists of mutually perpendicular electric and magnetic fields. അപ്പോൾ ഇവിടെ നിന്നും ഈ അറിയാം, ഇ ബൈ എം അറിയാം. അപ്പോൾ ഇവിടെ നിന്ന് മാസ് ഓഫ് ഇലക്ട്രോൺ നമ്മൾക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 9.1 into 10 to the power minus 31 kilogram. Electron is such a small particle. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് 2023 JEEയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. The waves emitted when a metal target is bombarded with high energy electrons are. അതേ സാധനം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? They can produce X-rays by striking a target having high atomic weight. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. സോ the answer to this question is nothing but X-ray. മക്കളെ നോക്കൂ, ഇതേ ചോദ്യം 8/4/2023 ചോദിച്ചിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ്. നമ്മുടെ NCERT ബുക്കിൽ ഉണ്ടായിരുന്ന ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഇലക്ട്രോൺ എമീഷനിലേക്ക് കയറാം. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ എമീഷൻ. അവിടെ നമുക്ക് ഏറ്റവും ആദ്യം ഓർക്കേണ്ട വാക്ക് വർക്ക് ഫംഗ്ഷൻ ആണ്. What do you mean by work function? The minimum energy required to remove electron from the surface of a metal. I repeat, the minimum energy required to remove an electron from the surface of a metal, right? സോ നമ്മൾ NCERT ബുക്കിൽ പറയുമ്പോൾ വർക്ക് ഫംഗ്ഷന്റെ സിമ്പിൾ ഫൈ എന്നാണ് കൊടുക്കുന്നത്. ആൻഡ് വർക്ക് ഫംഗ്ഷൻ ഈസ് മെഷേർഡ് ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1 electron volt? നിങ്ങൾക്കറിയാം 1 electron volt is the energy gained by an electron or kinetic energy gained by an electron when it is accelerated through a potential difference of 1 volt. The kinetic energy gained by an electron when accelerated through a potential difference of 1 volt. റെഡി ആണേ? അപ്പോൾ വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ നോക്കുക. 1 electron വോൾട്ടിന്റെ വാല്യൂ 1.6 into 10 to the power minus 19 ജൂൾ. അങ്ങനെയെങ്കിൽ 1 ജൂളിന്റെ വാല്യൂ എത്രയാണ്? ഇവിടുന്ന് നമുക്ക് പറയാം 1 divided by 1.6 into 10 raised to minus 19. അതിനെ നിങ്ങൾ ഓർക്കുക 6.25 into 10 raised to 18 electron volt. ഇതൊക്കെ നമുക്ക് ഒത്തിരി ആവശ്യമുള്ള വാല്യൂസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം വർക്ക് എനർജി പവറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 bond of DNA is 10 to the power minus 20 ജൂൾ. 10 raised to minus 20 ജൂൾ. അതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കൂ എന്ന് ചോദിച്ചാൽ 10 raised to minus 20 into 6.25 into 10 raised to 18. എന്താണ് ഉത്തരം വരിക? 6.25 into 10 raised to 18 multiplied by 10 raised to minus 20. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം 6.25 into 10 raised to minus 2 electron volt ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഫംഗ്ഷൻ ഇനി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദ മെറ്റൽ and nature of its surface, nature of the metal. Okay, which metal has the least work function? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യൂ. which metal has the least work function? പെട്ടെന്ന് നിങ്ങളുടെ ഉത്തരം ടൈപ്പ് ചെയ്യൂ. So let me tell you in the meantime, it is cesium, which is equal to 2.14 electron volt. And the metal with the greatest work function, that is platinum, which is 5.65 electron volt. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ നമുക്ക് ഇവിടുന്ന് മനസ്സിലായ കാര്യം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി മെറ്റൽ. വർക്ക് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി മെറ്റൽ. Okay, now let us discuss the method of electron emission. There are basically different type methods of electron emission. ഒന്നാമത്തെ മെത്തേഡിലേക്ക് സാറ് പറയുകയാണെങ്കിൽ that is thermionic emission. അർഷാദ്, പ്ലാറ്റിനത്തിന് മാക്സിമം വർക്ക് ഫംഗ്ഷനും സീഷ്യത്തിന് മിനിമം വർക്ക് ഫംഗ്ഷനും ആണ്. ഓക്കെ, അപ്പോൾ thermionic emission. What do you mean by thermionic emission? Thermionic, the word itself has got the answer. Thermionic. That is, thermionic means something that is related with heat. So what is thermionic emission? The emission of electrons by heating the metal surface.
So emission of electrons by heating the metal surface, that is what is thermionic emission. അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് എമിഷൻ ഏതാണ്? ഫീൽഡ് എമിഷൻ. ഞാൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ ലാസ്റ്റ് പറയാം. ഫീൽഡ് എമിഷൻ, വാട്ട് യു മീൻ ബൈ ഫീൽഡ് എമിഷൻ? ഫീൽഡ് അതിൽ ഉത്തരമുണ്ട്. സോ ബൈ മെയിൻറ്റെയിനിങ് എ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദ പ്ലേറ്റ്, ഒരു പ്ലേറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. എത്രയാണ് അതിന്റെ റേഞ്ച് എന്ന് ചോദിച്ചാൽ അബൌട്ട് 10⁸ വോൾട്ട് പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിൽ 10⁸ വോൾട്ട് കൊടുക്കുന്നു. ഒരു മീറ്ററിൽ 10⁸ വോൾട്ട് കൊടുക്കുന്നു. അങ്ങനെ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് what is called the photoelectric emission. So what do you mean by photoelectric emission? The emission of electrons, the emission of electrons when radiations of suitable frequency or suitable energy, I repeat, the emission of electrons when radiations of suitable frequency or suitable energy strike on the surface of the metal. മനസ്സിലാക്കുക, radiations of suitable frequency or suitable energy strike on the surface of the metal. ആരാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആദ്യമായി ഒബ്സർവ് ചെയ്തത്? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യൂ ഉത്തരം. ആരാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആദ്യമായി ഒബ്സർവ് ചെയ്തത്? And let me tell you, it was an excellent observation, and it was none other than Henry Hertz, so while studying electromagnetic theory. അപ്പോൾ പിന്നീട് ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. ആരെ സ്റ്റഡി ചെയ്തു? ലെനാർഡ് സ്റ്റഡി ചെയ്തു, ഹോൾവാക്ക് സ്റ്റഡി ചെയ്തു. അവർ രണ്ടുപേരും കമ്പൈൻ ആയിട്ട് സ്റ്റഡി ചെയ്തു. പിന്നീട് വീണ്ടും ഹോൾവാക്ക് തന്നെ സ്റ്റഡി ചെയ്തു. ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അപ്പോൾ അവർ ചെയ്ത ആ ഒരു എക്സ്പെരിമെന്റ് ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു ബ്രീഫിംഗ് നമുക്ക് ഇവിടെ നടത്തിക്കൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നീങ്ങാം. The arrangement, this is a picture I have taken from the NCERT book itself. Okay, yeah, right. Arshad, very good. അർഷാദിനെ പോലെ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മുമ്പൊക്കെ പറഞ്ഞ പോലെ കമന്റ് ബോക്സ് നമുക്ക് തല്ലിപ്പൊട്ടിക്കാം, റൈറ്റ്? സോ എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ, the arrangement involves an evacuated tube, evacuated glass tube. എന്തിനാണ് evacuated? ഉത്തരം പറയാമോ? Why is it evacuated? Why the tube is evacuated? The tube is evacuated to prevent the loss of energy by ionization. അല്ലെങ്കിൽ ഇത് ട്യൂബിനകത്ത് ഗ്യാസ് ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസ് പുറത്ത് ചാടുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അങ്ങോട്ട് ചെന്ന് കൊളൈഡ് ചെയ്ത് അവരുടെ എനർജി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയണൈസേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ട്യൂബ് ഇവാക്യുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then we have a quartz window through which the light enters the target plate. ഇവിടെ അവർ ഉപയോഗിച്ച ടാർജറ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് സിങ്ക് ആയിരുന്നു. So zinc plate was irradiated with the ultraviolet radiations. The zinc plate was irradiated with the ultraviolet radiations, and എന്താ പറയാ, there was an anode plate, or rather what is called a collector plate. അപ്പോൾ the whole arrangement is provided to an external supply. ഇതൊരു കമ്മ്യൂട്ടേറ്റർ അറേഞ്ച്മെന്റ് ആണ്. The purpose of the commutator arrangement is to commutator എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാവുന്ന ഒരു അറേഞ്ച്മെന്റ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കളക്ടർ പ്ലേറ്റിന്റെയും ടാർജറ്റ് പ്ലേറ്റിന്റെയും പൊളാരിറ്റിയെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ഒരു സപ്ലൈ ഇതൊരു വോൾട്ട്മീറ്റർ ഉണ്ട്. ദിസ് വോൾട്ട്മീറ്റർ വിൽ മെഷർ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ട്യൂബ്. And then we have got an ammeter that is used to measure the current in the circuit. The ammeter is used to measure current in the circuit, and the purpose of the voltmeter is to measure the potential difference across the tube. And there is a supply here, an external supply, and the polarity of the plates can be altered by means of the commutator arrangement. ഇതാണ് നമുക്കൊരു ബേസിക് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇതിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, so let us first study the effect of intensity. Intensity എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയണു, it is energy per unit area per unit time. എന്താണ് intensity?
energy per unit area per unit time. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട കാര്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നമ്മൾ കണ്ട ആ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ which is greater than the minimum frequency, what is called the threshold of frequency, the photoelectric current is a current produced by the photoelectrons. Our photoelectrons are the electrons ejected as a result of photoelectric effect. Our photoelectric current is directly proportional to the intensity of incident radiation. Orkaga, photoelectric current is directly proportional to intensity. ഒരിക്കലും നിങ്ങൾ ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയരുത്. കാരണം ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ കറണ്ടും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇന്റൻസിറ്റിയും ആയതുകൊണ്ട് പറയേണ്ടുന്നത് ഇങ്ങനെയാണ്: ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാഫ് കണ്ടു. ദ ഗ്രാഫ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ, റൈറ്റ്? അപ്പോൾ ഇനി നമ്മൾ അടുത്ത സംഭവത്തിലേക്ക് പോവാണ്, എഫക്റ്റ് ഓഫ് ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. ഇവിടെ തന്നെ രണ്ട് കേസുകളുണ്ട്. അതിൽ ആദ്യത്തെ കേസിൽ ഫ്രീക്വൻസി ഈസ് കെപ്റ്റ് എ കോൺസ്റ്റന്റ് ആൻഡ് ദ എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് ഫോർ ഡിഫറെന്റ് ഇന്റൻസിറ്റി. The experiment is repeated for different intensity. Okay. സോ ഇവിടെ നമ്മൾ കണ്ട കാര്യം നിങ്ങൾ ഈ ഗ്രാഫിലേക്ക് നോക്കുക. സി ഹിയർ, ഇവിടെ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 0. നമ്മൾ കൊടുത്തിരുന്ന ഇപ്പുറത്തെ പടത്തിൽ കൊടുത്തിരുന്ന സപ്ലൈ വോൾട്ടേജ് 0 ആയിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ സപ്ലൈ വോൾട്ടേജ് 0 ആയിരുന്നെങ്കിലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 അല്ല. സപ്ലൈ വോൾട്ടേജ് 0 ആയപ്പോഴും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 അല്ല. There is a current even though the applied voltage is equal to 0. That means ഒരു ലൈറ്റ് ഈവൻ ഒരു എക്സ്റ്റേണൽ ബയസ് ഇല്ലാതെ തന്നെ ഇലക്ട്രോൺസിന് ഒരു സൈഡിൽ നിന്നും അപ്പുറത്തേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. എക്സ്റ്റേണൽ, വിതൗട്ട് ആൻ എക്സ്റ്റേണൽ ബയസ്, ദ ഇലക്ട്രോൺസ് എമിറ്റഡ് ബൈ ദ കാത്തോഡ് or the target plate can be reached through the collector plate. ഇനി നമ്മൾ ഇന്റൻസിറ്റി കൂട്ടുന്നു. ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റൻസിറ്റി അല്ല, കളക്ടർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓർ ദി ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് കൂട്ടുന്നു. ഫസ്റ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്തു, അതിനുശേഷം ഒരു സ്റ്റഡി വാല്യൂ ആയി. ഈ കറണ്ടിനെ, ഈ സ്റ്റഡി വാല്യൂ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ ഒരു പേര് വിളിക്കും, ഫോട്ടോ സാച്ചുറേഷൻ കറണ്ട്. ദിസ് കറണ്ട് ഈസ് കോൾഡ് ഫോട്ടോ സാച്ചുറേഷൻ കറന്റ്. യെസ്, അതെ ഹജീസ്. ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മോർ ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ് എന്നാണോ? ആണ്. കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കറണ്ട് ഉണ്ടാവുന്നത്. പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അത് സാച്ചുറേറ്റഡ് ആവുമെന്നുള്ളതാണ് ഈ പടം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്റൻസിറ്റി വീണ്ടും കൂട്ടിക്കൊടുത്താൽ വീണ്ടും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടി. ഓക്കെ, റൈറ്റ്. അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റഡ് ആവും, പക്ഷെ ഒരു ഇതിൽ സാച്ചുറേറ്റഡ് ആവും, റൈറ്റ്? വീണ്ടും മൂന്നാമതൊരു ഇന്റൻസിറ്റിയിൽ നമുക്ക് വീണ്ടും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടിയിരിക്കുന്നതായിട്ട് കാണാം. ദാറ്റ് മീൻസ് ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് സാച്ചുറേഷൻ കറണ്ട് കൂടുന്നു, റൈറ്റ്? ദ ഫോട്ടോ സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇന്റൻസിറ്റി. അതാണ് നമ്മൾ അപ്പുറത്തെ ഒബ്സർവേഷനിലും കണ്ടത്. The photosaturation current increases with the increase in intensity. ഇനി നമുക്ക് വോൾട്ടേജ് റിവേഴ്സ് കൊടുത്താലോ? What happens if you reverse the supply voltage? If you reverse the supply voltage, what you see is that there is a situation where the photo current just reduces to 0, right? At a particular point, at a particular voltage, say V0, negative V0, the photoelectric current just reduces to 0. The photoelectric current just reduces to 0, right? And that voltage is called stopping potential. You can see the voltage corresponding to this point is called stopping voltage. And what do you mean by stopping voltage? It is that minimum reverse potential. It is a minimum reverse potential at which the photo current just reduces to 0. What is that? It's a minimum reverse potential at which the photocurrent just reduces to 0 is called stopping voltage. The minimum reverse potential at which
the photocurrent just reduces to 0. That is called stopping voltage. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മളിവിടെ തന്നിട്ടുണ്ട്. സോ മിനിമം റിവേഴ്സ് പൊട്ടൻഷ്യൽ അറ്റ് വിച്ച് ദ ഫോട്ടോ ഇലക്ട്രിക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0 ഈസ് കോൾഡ് the photoelectric current. I'm sorry. The minimum reverse potential at which the photoelectric current just reduces to 0 is called stopping voltage. And another important graph. ഈ കേസിൽ നമ്മൾ ഫ്രീക്വൻസി വേരി ചെയ്യുന്നു. ഫ്രീക്വൻസി വേരി ചെയ്യുന്നു. ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ സെയിം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലേ സാർ? യെസ്, എക്സാക്ട്ലി. ദാറ്റ് മീൻസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീ ഇന്റൻസിറ്റി. അതാണ് മോനെ, കറക്റ്റ് ആണ്. എക്സ്പ്ലോർഡ് ഓർ ഇറ്റ് ബി. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്തുട്ടാ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. പക്ഷെ ഇവിടെ നോക്കൂ മക്കളെ, ഇവിടെ ഫ്രീക്വൻസി ഡിഫറെന്റ് ആണ്, പക്ഷെ സെയിം ഇന്റൻസിറ്റി ആണ്. സോ സെയിം ഇന്റൻസിറ്റി ആൻഡ് ഡിഫറെന്റ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ കാണുന്നത്? എല്ലാ കേസിലും ഇപ്പൊ ഏത് ഫ്രീക്വൻസിയിൽ നിന്ന് വരുന്ന ഗ്രാഫ് ആണെങ്കിലും സാച്ചുറേഷൻ കറന്റ് റിമെയിൻസ് സെയിം. Whereas the value of the stopping potential increases, right? As a result of the increase in frequency, the stopping potential increases, right? അപ്പോൾ കഴിഞ്ഞ ഗ്രാഫിൽ നിന്ന് നമ്മൾ കണ്ട ഒബ്സർവേഷൻ ഇതായിരുന്നു. സാച്ചുറേഷൻ കറന്റ് increases with increase in intensity and stopping potential is independent of intensity. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, സാച്ചുറേഷൻ കറന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി, whereas the value of the stopping potential increases with increase in frequency, right? അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തു. ടൈം ഈസ് റണ്ണിങ് തിക്ക് ആൻഡ് ഫാസ്റ്റ്. ഇവിടെ അടുത്ത ഗ്രാഫ് വീണ്ടും NCERT ബുക്കിൽ നിന്നുള്ള ഗ്രാഫാണ്. ദ വേരിയേഷൻ ഓഫ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി. ആസ് യു ക്യാൻ സീ ഓവർ ഹിയർ. സോ ഇവിടെ ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. For photoelectric emission to take place, there requires a minimum frequency called threshold frequency. So there requires a minimum frequency called threshold frequency. If the frequency of the incident radiation is below threshold frequency, no photoelectric emission is possible. If the frequency of incident radiation is below threshold frequency, no photoelectric emission is possible. ഈ ഗ്രാഫിൽ നിന്ന് കണ്ട അടുത്ത കാര്യം, slope of A is equal to slope of B. So that means the slope of the graph is independent of the metal. It is independent of the frequency. It is independent of the stopping potential. So it's a universal constant. The slope of the graph is a universal constant. അതെന്താണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ട കാര്യങ്ങളെ നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആയിട്ട് പഠിച്ചാൽ, the photoelectric current is directly proportional to the intensity of incident radiation. സാച്ചുറേഷൻ കറന്റ് ഈസ് ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷണൽ. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ. ഞാൻ അതുകൊണ്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു വിടുകയാണ് വിത്ത് യുവർ പെർമിഷൻ. സാച്ചുറേഷൻ കറന്റ് ഈസ് ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷണൽ ടു ദി സാച്ചുറേഷൻ കറന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇന്റൻസിറ്റി ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി, റൈറ്റ് അല്ലേ? അതുപോലെ തന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ദ മാക്സിമം കൈനറ്റിക് എനർജി ഓർ ഇക്വലന്റ്ലി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ above the threshold frequency increases linearly with frequency, but it does not depend upon intensity. Stopping potential increases with increase in frequency, whereas it is independent of the intensity. നമ്മൾ ഒരൊറ്റ വാക്കിൽ പറഞ്ഞ അടുത്ത പോയിന്റ് ആണ് നമ്മൾ ഇതുവരെ പറയാത്തത്. So what is next point? The photoelectric machine is an instantaneous process. ഈ ചാപ്റ്ററിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് വരുന്നുണ്ട് മക്കളെ. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. സോ ഇറ്റ്സ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വീണു അപ്പൊ തന്നെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു. അവിടെയുള്ള ഒരു ഡിലോ എന്ന് പറഞ്ഞാൽ ഓഫ് ദി ഓർഡർ ഓഫ് എ നാനോ സെക്കൻഡ് ആണ്. യു ക്യാൻ സി ഓവർ ഹിയർ 10⁻⁻⁹ സെക്കൻഡ്. ലൈറ്റ് വീണു, ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു, ലൈറ്റ് വീണു, ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു, ലൈറ്റ് വീണു, ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു. കാണാനുള്ള നേരം പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ ലൈറ്റ് 1 മീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന ഏകദേശം സമയം മാത്രമേ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ, റൈറ്റ്? അപ്പം സോ ഇറ്റ് ഈസ് സച്ച് എ ഫാസ്റ്റ് പ്രോസസ്. ദർ ഇസ് എ നെഗ്ലിജിബിൾ ടൈം ഇന്റർവെൽ, റൈറ്റ്? അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ ഞാൻ കുറച്ചു മുമ്പേ നിങ്ങളോട് പറഞ്ഞു, ഈ ചാപ്റ്ററിൽ നിന്ന് ന്യൂമറിക്കൽസ് ഉണ്ട് മോനെ. ന്യൂമറിക്കൽസിനോട് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു പോയ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? അപ്പം നമുക്കിവിടെ ശരിയായ സെന്റൻസുകൾ നോക്കാം, റൈറ്റ്? അപ്പം നിങ്ങൾ പറയൂ, എയെ കുറിച്ച് നമ്മൾ പഠിച്ചില്ല, പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ബി ശരിയാണോ തെറ്റാണോ?
Tell me, is B correct or wrong? Okay. അപ്പോൾ നമുക്ക് ബി ശരിയാണെന്ന് മനസ്സിലായി. ബി ശരിയാണെങ്കിൽ ഓപ്ഷൻ 2 നമ്മുടെ ഉത്തരവല്ല. The maximum kinetic energy of a photoelectron depends on the intensity of incident light. അത് തെറ്റാണ്. അപ്പോൾ സി തെറ്റാണ്. സി വന്നിരിക്കുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്തത് നോക്കാം. Photoelectric effect can be explained using wave theory of light. I'm so sorry. Photoelectric effect cannot be explained by wave theory of light. അപ്പോൾ ഡിയും തെറ്റാണ്. നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാതെ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. വാട്ട് ഇസ് ദ കറക്റ്റ് ആൻസർ? ബി ശരിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ എ ശരിയാണോ അല്ലയോ? എ ശരിയായേനെ ഈ ഒരു വാക്കില്ലായിരുന്നുവെങ്കിൽ. only എന്നൊരു വാക്ക് വന്നതുകൊണ്ടാണ് എ ശരിയാവാത്തെ. സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഒബിയസ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ആസ് വെൽ ആസ് ദ എനർജി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പറഞ്ഞത് വെച്ചോണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നുള്ളത്? ക്ലിയർ ആണോ? നമ്മൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പറഞ്ഞു, അത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ഈ ക്വസ്റ്റ്യൻ മക്കളെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്? ആർ ഏബിൾ ടു ഫോളോ മൈ ക്ലാസ്? പ്ലീസ് റിപ്ലൈ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻ എ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് does not depend upon the power of the light source. Power of the light source. Power means intensity into area. That is absolutely correct. The stopping potential depends only on the frequency of the incident radiation. ഒന്നാമത്തെ ശരിയാണ്. For a given photo metal, the maximum kinetic energy of the photoelectron depends on the wavelength of incident light. അതും ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വേവ് ലെങ്തിനെ ഉറപ്പായിട്ടും ഡിപ്പെൻഡ് ചെയ്യും. റൈറ്റ്? അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. അപ്പോൾ ഐ ഷുഡ് സേ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. റൈറ്റ്? Stopping potential depends directly only on the frequency of the incident radiation as well as wavelength of the incident radiation. അപ്പോൾ നമുക്ക് ആ സംഭവത്തിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയുക, ക്ലാസിക്കൽ വേവ് തിയറി വാസ് എ ഫെയിലിയർ. എന്തുകൊണ്ട് ക്ലാസിക്കൽ വേവ് തിയറി ഫെയിലായി എന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യത്തെ ഉത്തരം, ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ റിക്വയർമെന്റ് ഓഫ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇപ്പൊ നിങ്ങൾക്കറിയാം ക്ലാസിക്കൽ വേവ് തിയറി അനുസരിച്ചിട്ടാണെങ്കിൽ എനർജി അല്ലെങ്കിൽ ഇന്റൻസിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ, ഇന്റൻസിറ്റി ഇപ്പൊ ഒരു മെക്കാനിക്കൽ വേവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എഴുതും ഹാഫ് റോ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു വി. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറിയിലും സാറ് പറഞ്ഞിട്ടുണ്ടാവും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി, എനർജി ക്യാരിഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഇവിടെ 1 ആണ് ഉത്തരം. അതെ 1 അതിനെ. സോ എനർജി ക്യാരിഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. കുട്ടികൾ കമന്റുകൾ കുറവാണ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. ആക്ച്വലി ഇവിടെ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം 2π² f² റോ a സ്ക്വയർ v. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കൂടിയാലും നമുക്ക് ഇന്റൻസിറ്റി കൂട്ടാൻ പറ്റും. ഇന്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ എമിഷൻ പോസിബിൾ ആണ്. പക്ഷേ ക്ലാസിക്കൽ വേവ് തിയറിക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ ആവശ്യം പറയാൻ കഴിഞ്ഞില്ല. So classical wave theory failed to explain the requirement of threshold frequency. Also classical wave theory failed to explain how the process becomes instantaneous. നമ്മൾ ഓൾറെഡി പറഞ്ഞു ചെറിയൊരു ടൈം ഡിലേ മാത്രമേ ഉള്ളൂ ഫോട്ടോ ഇലക്ട്രിക് എമിഷന്. So it also failed to explain the requirement of what is called the threshold frequency. ഈ രണ്ട് കാര്യങ്ങളുടെയും ഫെയിലിയർ കൊണ്ടാണ് ക്ലാസിക്കൽ വേവ് തിയറി ഒരു ബിഗ് ഫെയിലിയർ ഇൻ എക്സ്പ്ലെയിനിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആയത്. അതുകൊണ്ട് തന്നെ ആണ് പാർട്ടിക്കിൾ നേച്ചറിന് ഇമ്പോർട്ടൻസ് വന്നത്. It was Sir Albert Einstein, if my information is correct, around in 1906 or so, proposed what is called photons based on the Planck's quantum theory. So what are photons? Photons are the quanta of light. അപ്പം സർ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു the energy of a photon is equal to h nu, where h is called the Planck's constant. It was proposed by Sir Albert Einstein, not Max Planck, related to energy of a photon. ഒരു ഫോട്ടോണിന്റെ എനർജി ഈസിക്കൽ ടു എച്ച് ന്യൂ എന്ന് പറഞ്ഞത് സർ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഈസിക്കൽ ടു എച്ച് ന്യൂ. റെഡി? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം സർ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഒരു തിയറി അങ്ങോട്ട് ഉപയോഗിച്ചു.
അപ്പം അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഇൻ ഫോട്ടോഇലക്ട്രിക് എഫക്ട് ദ മെയിൻ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഈസ് നത്തിങ് ബട്ട് ദി കൺസർവേഷൻ ഓഫ് എനർജി. You can use conservation of energy to explain photoelectric effect. Conservation of energy can be used to explain photoelectric effect. Conservation of energy. നോക്കൂ, ഒരു ലൈറ്റ് ഇൻസിഡന്റ് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അതുപോലെ മെറ്റലിന് വർക്ക് ഫംഗ്ഷൻ ഉണ്ട്, ഫൈ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ 0. റൈറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എനർജി ഇഫ് ന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ 0 എങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ പറയുക, ദ റിമൈനിങ് എനർജി. അപ്പോൾ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള എനർജിയേക്കാൾ കൂടുതൽ നമ്മുടെ ഇൻസിഡന്റ് റേഡിയേഷന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എന്തായിട്ട് മാറും, കൈനറ്റിക് എനർജി ആയിട്ട് മാറും. റൈറ്റ്. സോ ഹി പ്രപ്പോസ് ഇക്വേഷൻ ലൈക്ക് എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് കെ ഇ മാക്സ്. ഇതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. റൈറ്റ്. എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് കെ ഇ മാക്സ്. അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെയും പറയാം, എച്ച് സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ 0 പ്ലസ് കെ ഇ മാക്സ്. ഇത് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷന്റെ മറ്റൊരു വേർഷൻ. ഇതാണ് സർ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, വേർ എച്ച് സി ബൈ ലാംഡ ഇസ് ദ എനർജി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലായി അടുത്തൊരു കാര്യം, എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് ദാറ്റ് പൊട്ടൻഷ്യൽ വേർ ദി എൻറ്റയർ കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ കൺവേർട്സ് ടു പൊട്ടൻഷ്യൽ എനർജി. അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയണം. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് സർഫസ് ഫിനോമിനൻ തന്നെയാണെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ഇലക്ട്രോൺസിന്, സർഫസ് മീൻസ് വാലൻഷ്യലിൽ നിന്ന് തന്നെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വാലൻഷ്യലിൽ നിന്ന് തന്നെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്തു മുതൽ എന്തുവരെ ആവാം. ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് കെ ഇ മാക്സ്. മക്കളെ ശ്രദ്ധിച്ച് കേൾക്കുക. ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ക്യാൻ ടേക്ക് എനി വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് കെ ഇ മാക്സ്. മനസ്സിലാക്കുക. അപ്പോൾ ഫാസ്റ്റസ്റ്റ് ഫോട്ടോ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയാണ് കെ ഇ മാക്സ്. കെ ഇ മാക്സ് ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഫോട്ടോ ഇലക്ട്രോൺ. അപ്പോൾ സർ എന്തായി കാര്യങ്ങൾ? എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ദാറ്റ് വോൾട്ടേജ് വിച്ച് ക്യാൻ സ്റ്റോപ്പ് ദി ഫാസ്റ്റസ്റ്റ് ഫോട്ടോ ഇലക്ട്രോൺ. വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് വോൾട്ടേജ്? ഇറ്റ് ഈസ് ദാറ്റ് പൊട്ടൻഷ്യൽ വിച്ച് ക്യാൻ സ്റ്റോപ്പ് ദി ഫാസ്റ്റസ്റ്റ് ഫോട്ടോ ഇലക്ട്രോൺ. ഫാസ്റ്റസ്റ്റ് ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റസ്റ്റ് ഫോട്ടോ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്താക്കി മാറ്റി? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആക്കി മാറ്റി. അങ്ങനെയെങ്കിൽ നമുക്ക് മുകളിൽ എഴുതിയ അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയ ഈ 2 ഇക്വേഷൻ നമുക്കിതാ ഇതിനെ ഞാനൊന്ന് ബോക്സിലേക്ക് ആക്കി വെക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 ഇക്വേഷൻസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ നമുക്ക് വീണ്ടും ഒന്നുകൂടി എഴുതാം. എന്തെഴുതാം? എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു, ലിസൺ ഓൾ ഓഫ് യു, എച്ച് ന്യൂ, വാട്ട് ഈസ് ദാറ്റ്? എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഇ വി 0. അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ 0 പ്ലസ് ഇ വി 0. റൈറ്റ്. വീണ്ടും സർ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ഇൻ ടേംസ് ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ യു ക്യാൻ റൈറ്റ് ദിസ്. റൈറ്റ്. ഇങ്ങനെ നമുക്ക് എഴുതാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് കിട്ടി, എന്ത് കിട്ടി? ദാറ്റ് മീൻസ് ഫ്രം ഹിയർ V0 ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ, സോ V0 ഈസ് ഈക്വൽ ടു എച്ച് ബൈ ഇ ഇൻറ്റു ന്യൂ മൈനസ് എച്ച് ബൈ ഇ ഇൻറ്റു ന്യൂ 0. റൈറ്റ്. അപ്പോഴാണ് നമ്മുടെ മറ്റേ ഗ്രാഫിലേക്ക് വന്നത്. ഏത് ഗ്രാഫ്? കുറച്ചു മുമ്പ് നിങ്ങളെ വരച്ച് കാണിച്ചു. അത് സർ ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീക്വൻസി, the graph is a straight line. And if you compare with equation y is equal to mx plus c, you can see that the slope of the graph is equal to h by e. Now what is h? H is a Planck's constant. What is E? Charge of the electron. Planck's constant is a universal constant. Charge of the electron is a universal constant, and one has to understand that the slope of the graph is a universal constant. The slope of the graph is a universal constant. Yes. The slope of the graph is a universal constant.
അപ്പോൾ ഇവിടെ നിന്നും ആ h/e വാല്യൂം കൂടി സാർ എന്ന് പറഞ്ഞേക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4.12 into 10⁻⁻15 electron volt second. Electron volt second. Electron volt second. Yes, and volt second. I'm sorry. It is electron volt. This is volt second. അതുപോലെ എച്ച് ഇത് പ്രോബ്ലംസ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്. 4.12 into 10⁻⁻15 ഇലക്ട്രോൺ വോൾട്ട് സെക്കൻഡ്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുക, HCയുടെ വാല്യൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. HCയുടെ വാല്യൂ 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ അല്ലെങ്കിൽ 12400 ഇലക്ട്രോൺ വോൾട്ട് ആങ്സ്ട്രോം. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇഫ് ദ ടു മെറ്റൽസ് എ ആൻഡ് ബി ആർ എക്സ്പോസ്ഡ് ടു റേഡിയേഷൻസ് ഓഫ് വേവ് ലെങ്ത് 350 നാനോമീറ്റർ, the work functions of metal A and B are 4.8 electron volt and 2.2 electron volt. Then choose the correct option. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, എന്താ പറയുക, നമുക്ക് ഓപ്ഷൻസ് കൂടെ പെട്ടെന്ന് വായിച്ചിട്ട് അതിൻ്റെ ഡിസ്കഷനിലേക്ക് വരാം. മെറ്റൽ ബി വിൽ നോട്ട് എമിറ്റ് ഫോട്ടോ ഇലക്ട്രോൺസ്. Both metals A and B will not emit photoelectrons. Both metal A and B will emit photoelectrons. Metal A will not emit photoelectrons. ഇതാണ് നമ്മുടെ ചോദ്യം, റൈറ്റ്? അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് പോസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ, the frequency or the energy of the incident radiation is greater than work function. അപ്പോൾ നമുക്ക് ആദ്യം ഇൻസിഡന്റ് റേഡിയേഷന്റെ എനർജി കണ്ടുപിടിക്കാം. സോ EI is equal to hc/λ എന്ന് പറയുമ്പോൾ 1240 divided by 350. മക്കളെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ സമയം കളയരുത്. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇൻസിഡന്റ് എനർജി എന്ന് പറയുന്നത് എത്രയിനിടയ്ക്കാണ്? 300-നേക്കാൾ വലുതാണ്. 300 അല്ല, റാദർ 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ വലുതാണ്, 4 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ ചെറുതുമാണ്. സോ 350 into 3, 105. 35 into 3, 105. So this answer lies between 3 electron volt and 4 electron volt, which means no photoelectric emission is possible with this metal, right? മെറ്റൽ എക്ക് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പോസിബിൾ അല്ല, കാരണം മെറ്റൽ എയുടെ വർക്ക് ഫംഗ്ഷൻ ഇൻസിഡന്റ് എനർജിയേക്കാൾ കൂടുതലാണ്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? Metal A will not emit photoelectrons because incident energy is less than the work function of the metal. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് JEE മെയിൻ ചോദിക്കുന്നത്. The work function of aluminum and gold are 4.1 electron volt and 5.1 electron volt respectively. The ratio of the slope of the stopping potential versus frequency plot for gold to that of aluminum is. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. സ്ലോപ്പ് മക്കളെ, സ്ലോപ്പിന്റെ വാല്യൂ നമ്മൾ ഇത്രയും പറഞ്ഞു. സ്ലോപ്പ് ഓഫ് ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് h/e. ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ നേച്ചർ ഓഫ് ദ മെറ്റൽ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3, റൈറ്റ്? ദാറ്റ് ആൻസർ ഈസ് 1:1. അടുത്ത ചോദ്യം. The variation of the stopping potential V0 as a function of frequency of the incident light for a metal is as shown. The work function of the surface is. ഇവിടെ നിങ്ങൾ നോക്കൂ, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ത്രഷോൾഡ് ഫ്രീക്വൻസി μ0 എന്ന് പറയുന്നത് 5 into 10⁻14 ഹെർട്സ്. ഓക്കെ, റെഡി? അപ്പോൾ നമുക്കറിയാം ഇൻസിഡന്റ് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ is equal to phi is equal to h μ0. h ന്റെ വാല്യൂ 4.14 into 10⁻⁻15 into 5 into 10⁻14. Okay, what is 4.14 into 5? You can easily say 20.7, right? 20.7, 4.14 electron, 20.7, right? Into 10⁻⁻1.
So answer will be 2.07 electron volt. ഡയറക്റ്റ് ആയിട്ട് അതേപടിയാണ് ഉത്തരം കിടക്കുന്നു, ഓപ്ഷൻ 2. എത്ര സിമ്പിൾ ആയിട്ട് ഈ എച്ചിന്റെ വാല്യൂ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതൂ. റെഡി ആണല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കുന്നു. A metallic surface is illuminated with a radiation of wavelength lambda. The stopping potential is V0. Right? If the same surface is illuminated with a radiation of wavelength 2 lambda, the stopping potential becomes V0 by 4. നിങ്ങൾക്ക് കാണേണ്ടുന്ന threshold wavelength for this metallic surface will be, വീണ്ടും ഐൻസ്റ്റീൻസ് photoelectric equation ഉപയോഗിക്കാം. Hc by lambda is equal to 5 plus EV0. Equation number 1. അടുത്ത equation, Hc divided by 2 lambda is equal to 5 plus EV0 by 4. Equation number 2 ആയി അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണേണ്ടുന്നത്, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇക്വേഷൻ 1 into, equation rather what I am going to do is equation എന്താ പറയുക 2 into 4. Rather equation 2 into 4 minus equation 1 gives. Equation 2 into 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 2hc by lambda is equal to 4 5 plus EV0. Equation 1 എന്ന് പറയുമ്പോൾ hc by lambda is equal to 5 plus EV0. മൈനസ് ചെയ്താൽ 2hc by lambda യിൽ നിന്നും hc by lambda മൈനസ് ചെയ്താൽ what remains is hc by lambda, which is equal to 3.5, right? അപ്പോൾ നമുക്ക് 3 into hc by lambda 0 എന്ന് എടുക്കാം, where lambda 0 is the threshold wavelength. അപ്പോൾ hc നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. എനിക്ക് ഈസി ആയിട്ട് കിട്ടും lambda 0 is equal to 3 lambda. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ വലുതായിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. കുട്ടികളെ മനസ്സിലായല്ലേ? hc by 2 lambda അല്ലേ ഇക്വേഷൻ 2? അതേ മക്കളെ, ഇക്വേഷൻ 2 hc by 2 lambda ആണല്ലോ. ഞാൻ hc by 2 lambda എന്നല്ലേ എഴുതിയിരിക്കുന്നേ. So lambda 0 is equal to 3 lambda, right? എന്താണ് അർഷാദെ, സംശയമാണെങ്കിൽ പറഞ്ഞോളൂ. യെസ്, ഇക്വേഷൻ 2 hc by 2 lambda. അതിനെ നമ്മൾ 4 കൊണ്ടല്ലേ മോനെ മൾട്ടിപ്ലൈ ചെയ്തേ. hc by 2 lambda multiplied by 4. നീ ഒന്ന് പറഞ്ഞു തന്നെ, hc by 2 lambda into 4 വരുമ്പോൾ എത്രയായി? 2hc by lambda ആയില്ലേ? അർഷാദിന് ക്ലിയർ ആയി ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. The difference between threshold wavelengths for two metal surfaces A and B having work function phi A is equal to 9 electron volts and phi B is equal to 4.5 electron volts. Okay, lambda A നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1240 divided by phi A എന്ന് പറഞ്ഞാൽ 1240 by 9. Lambda B is equal to 1240 divided by 4.5 എന്ന് പറഞ്ഞാൽ 2480 divided by 9. ഞാൻ രണ്ടിടത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ലാംഡ ബി മൈനസ് ലാംഡ എ ഇസ് ഈക്വൽ ടു എത്ര വന്നു മക്കളെ? 1240 divided by 9. Shall we go for the answer? 1240 divided by 9. നോക്കൂ, സിമ്പിൾ ആയിട്ട് പറയാം. 1240 by 10 എന്ന് പറഞ്ഞാൽ 124. ഓക്കെ, ഐ ഗോട്ട് ദി ആൻസർ 138. അതിനപ്പുറത്തേക്കിന് ഒന്നും ചെയ്യണ്ട. ദ ആൻസർ വിൽ ബി 138 ഓൺലി, റൈറ്റ്? വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. 138 വിൽ ബി ദി ആൻസർ. ഓക്കെ, 1242, റൈറ്റ്? ഐ എം സോറി, 1242. ഞാനത് ഉപയോഗിച്ചില്ല എങ്കിലും പ്രശ്നമില്ല. ഇത് 84 വരും, ഇത് 424242. ഞാനത് ഉപയോഗിച്ചില്ലെങ്കിലും കിട്ടും. 138 കറക്റ്റായിട്ട് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ, റൈറ്റ്? അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ ജെയ്ക്ക് ഈ വർഷം 2023 ചോദിച്ച ചോദ്യങ്ങളാണ്. The threshold frequency of a metal is F0. When light of frequency 2F0 is incident on a metal plate, the maximum velocity of photoelectrons is V1. When the frequency of the incident radiation increases to 5F0, maximum velocity of photoelectrons emitted is V2. നമുക്ക് എന്താ കാണണ്ടേ?
റേഷ്യോ ഓഫ് V1 to V2. മക്കളെ മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല നിങ്ങൾ ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുക. 2 into ഇൻസിഡന്റ് എനർജി മൈനസ് 5 ഡിവൈഡഡ് ബൈ m. അഥവാ that is root of 2 into 2h into nu minus nu 0 divided by m, where m is the mass of the electron. അപ്പോൾ ഇവിടെ V1 by V2, ഇവിടെ 2 കോമൺ ആണ്. V1 by V2 എടുത്താൽ റൂട്ട് ഓഫ്, നോക്കടാ പിള്ളേരെ, നോക്കടാ 2h by m രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് ഞാൻ അതിനെ എഴുതുന്നില്ല. അപ്പോൾ V1 by V2 അല്ല നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 2f0 minus f0 by 5f0 minus f0. 2f0 ൽ നിന്ന് f0 കുറച്ചാൽ ബാക്കി ഒരു f0 മുകളിൽ വരും, താഴെ ഒരു 4f0 വരും. സോ 1/4, അതിന്റെ റൂട്ട് 1/2. ഓപ്ഷൻ 1 ഈസ് അവർ ആൻസർ. എന്നോട് ക്ഷമിക്കുക, നമുക്ക് സമയം വളരെ കുറവാണ്, കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ഐ എം റെഡി ടു ഗിവ് ദി ആൻസർ, എക്സ്പ്ലനേഷൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. മക്കളെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർ ഏബിൾ ടു ഫോളോ മൈ ക്ലാസ്? പ്ലീസ് റിപ്ലൈ. നത്തിങ് കമന്റ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഡ്യുവൽ നേച്ചറിൽ നിന്നും നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ചാപ്റ്ററിലെ അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് എ ഹൈപ്പോത്തസിസ് put forward by Louis Victor de Broglie, right? That is de Broglie hypothesis എന്നൊക്കെ നിങ്ങൾ പറയും, അല്ലെങ്കിൽ de Broglie hypothesis എന്ന് നമുക്ക് പറയാം. So it was a bold hypothesis put forward by Louis Victor de Broglie in 1924, taking into consideration of the symmetry between the nature or mechanics and optics. അപ്പോൾ അതനുസരിച്ച് de Broglie proposed that matter also exhibit wave behavior. Matter also exhibit wave behavior. And the de Broglie wavelength, the wavelength of the matter waves or the waves associated with the matter is what is given as matter waves or de Broglie waves. The wavelength of matter waves is given by lambda is equal to h by p, or that is equal to h by mv, where p is the linear momentum of the particle and v is the speed of the particle. So actually matter waves is very much significant when it comes to microscopic particles like electron, proton, alpha particle, etc. Whereas the concept of matter waves is generally insignificant when it comes to macroscopic particles like a football or like us. ഇവിടെ ഒന്നും matter waves ന് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ in terms of kinetic energy of the charged particle, we can write the de Broglie wavelength lambda is equal to എത്രന്ന് എഴുതാം? h divided by root of 2mke. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ മൊമെന്റം p is equal to root of 2mke എന്ന്. So linear momentum p is equal to root of 2mke. So lambda is equal to h divided by root of 2mke, right? അങ്ങനെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എ പ്രോട്ടോൺ ആൻഡ് എൻ ഇലക്ട്രോൺ വിൽ ഹാവ് സെയിം de Broglie wavelength when the ratio of their momentum is. മക്കളെ ലാംഡ ഈസ് ഈക്വൽ ടു, ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി ഇ, where p is the linear momentum of electron. അതുപോലെ ലാംഡ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ മൊമെന്റം ഓഫ് ദ പ്രോട്ടോൺ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും ലാംഡ വാട്ട് ഈസ് ഗിവൺ ഇൻ അവർ ക്വസ്റ്റ്യൻ ഈസ് എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ പി എന്ന് പറഞ്ഞാൽ എച്ച് ഡിവൈഡഡ് ബൈ പി ഇ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി പി. ഇതിന്റെ അർത്ഥം എന്താ? പി ഇ ഈസ് ഈക്വൽ ടു പി പി. ഇത്ര ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 1. PE is equal to PP. So answer is 1:1. കിട്ടിയില്ലോ നിങ്ങൾക്കിത്? അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. The de Broglie wavelength of an electron having kinetic energy is lambda. അപ്പോൾ ലാംഡയുടെ ഫോർമുല നിങ്ങൾക്കറിയാം, h divided by root of 2mke, or ലാംഡ ഇൻറ്റു റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ഞാൻ പറയും is equal to h divided by root of 2m
എച്ച് ഇവിടെ കോൺസ്റ്റന്റ് ആണ്, മാസ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ലാംഡ ഇൻറ്റു റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആയി, റൈറ്റ്? ഇന്ന് അധികം ആൾക്കാരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒരു ഹാജിദും അർഷാദും മാത്രമേ കാര്യമായിട്ടൊരു റെസ്പോൺസ് തരുന്നുള്ളൂ. അതേഴ്സ് ആർ നോട്ട് റെസ്പോണ്ടിങ് ദാറ്റ് മച്ച്. എല്ലാവരെയും റെസ്പോൺസ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, ലാംഡ ഇൻറ്റു റൂട്ട് ടി ഇസ് ഈക്വൽ ടു ലാംഡ ഡാഷ് ഇൻറ്റു റൂട്ട് ഓഫ് ഇ ബൈ 4. I think this root E will get cancelled. അല്ലേ മക്കളെ? ഈ റൂട്ടിനകത്തുള്ള ഈ രണ്ടും സാറിന് വെട്ടിക്കളഞ്ഞാൽ ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡ ഡാഷ് ബൈ 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു 2 ലാംഡ എന്ന് എഴുതാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ആൻസർ ടു ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 4. മക്കളെ മനസ്സിലായല്ലോടാ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോവാം. ദ കൈനറ്റിക് എനർജി ഓഫ് an electron, an alpha particle and a proton are given as 4k, 2k and k respectively. The de Broglie wavelength associated with an electron, lambda e, alpha particle lambda alpha and the proton are as follows. ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാക്കുക. ഇവിടെ ആൽഫ പാർട്ടിക്കിളും ഇലക്ട്രോണും പ്രോട്ടോണും ആണ് തന്നിരിക്കുന്നത്. ഈ ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവാണ്. ഇവിടെ നോക്കിയേ, നമ്മളിപ്പോൾ പറഞ്ഞ അതേ ഫോർമുലയുടെ തന്നെ ഇതാണ്, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2m/ke. ഇവിടെ ഇലക്ട്രോൺ ഏറ്റവും മാസ് കുറവ്, വളരെ മാസ് കുറവാണ്. ഇലക്ട്രോൺ, ഈ ആൽഫയും പ്രോട്ടോണിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിന്റെ മാസ് വളരെ കുറവാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചോദ്യം ഈ വർഷം എത്ര തവണ വന്നു എന്നാണ്. 2 തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ വർഷത്തെ JEE എക്സാമിനേഷനിൽ. ഒന്ന് ജനുവരിയിലും ചോദിച്ചു, പിന്നെ ഏപ്രിലും ചോദിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോഴേ പറയാൻ പറ്റും, ദ ഇലക്ട്രോൺ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് de Broglie wavelength ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലെസർ മാസ്. അപ്പോൾ ഇവിടെ ഇതിന് ഉത്തരമല്ല. ഇലക്ട്രോൺ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് de Broglie wavelength. ഇനി ആൽഫയുടെയും പ്രോട്ടോണിന്റെയും ഈക്വൽ ആവുമോ? നിങ്ങൾ നോക്കി പറ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ക്യാൻ. അപ്പൊ ആൽഫ പാർട്ടിക്കിളിന് എനർജിയും കൂടുതലാണ്, ആൽഫ പാർട്ടിക്കിളിന് മാസ് കൂടുതൽ, എനർജി കൂടുതൽ. ആൽഫ പാർട്ടിക്കിളിന് മാസ് കൂടുതൽ, എനർജി കൂടുതൽ, എല്ലാം കൂടുതലാകുമ്പോൾ ആൽഫയുടെ de Broglie wavelength പ്രോട്ടോണിനേക്കാൾ കുറവായിരിക്കും. നേരെ ഞാൻ ഓപ്ഷൻ 2 അങ്ങ് മാർക്ക് ചെയ്തു. മക്കളെ, മൈൻഡ് കാൽക്കുലേഷനിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫ പാർട്ടിക്കിളിന് എനർജി കൂടുതലാണ്, ആൽഫ പാർട്ടിക്കിളിന് മാസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ de Broglie wavelength കുറവായിരിക്കും പ്രോട്ടോണിനെ അപേക്ഷിച്ച്. ഏറ്റവും de Broglie wavelength കൂടുതൽ ഇലക്ട്രോണിനാണ്, ഏറ്റവും കുറവ് ആൽഫ പാർട്ടിക്കിളിനാണ്. മാസ് കൂടുന്നതനുസരിച്ച് de Broglie wavelength കുറഞ്ഞുകൊണ്ടേയിരിക്കും, റൈറ്റ്? സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷനിൽ ചെയ്യാൻ പറ്റും. സോ ഇവിടെ 1ഉം 4ഉം ഓൾറെഡി കളഞ്ഞു. എന്തായാലും ഇനി 3 ഉത്തരവാവില്ല, കാരണം 2 ഈക്വൽ ആവില്ല. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ദ de Broglie wavelength associated with a charged particle. For a charged particle, de Broglie wavelength lambda is equal to, ഇപ്പൊ ഞാൻ ഇലക്ട്രോൺ ആയിട്ട് എഴുതിയിരിക്കുന്ന, for any charged particle lambda is equal to h divided by root of 2m/qv, where v is the accelerating voltage. V is the accelerating voltage. അപ്പോൾ ഇലക്ട്രോൺ ആവുമ്പോൾ ക്യൂവിന് എന്ത് കൊടുക്കാം? Q is equal to E എന്ന് കൊടുക്കാം. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ NCERT ബുക്കിൽ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ഇക്വേഷൻ ആണ്. ലാംഡ ഈസ് ഈക്വൽ ടു 12.27 ഡിവൈഡഡ് ബൈ റൂട്ട് V ആങ്സ്ട്രോം. ഇതല്ലെങ്കിൽ 1.227 ഡിവൈഡഡ് ബൈ റൂട്ട് V നാനോമീറ്റർ. ആ 0.27 നമ്മളിവിടെ അപ്രോക്സിമേറ്റ് ചെയ്തതാണ് 0.3 എന്ന്. സോ ഇറ്റ് ഈസ് 12.27 divided by root V angstrom, അതല്ലെങ്കിൽ 1.227 divided by root V നാനോമീറ്റർ എന്ന് എഴുതാം. നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ. The de Broglie wavelength of an alpha particle and a proton accelerated from rest by the same potential is 1:m. The value of m is, ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ? ലാംഡ ആൽഫ is equal to h divided by root of, formula go 2 into ആൽഫയുടെ മാസ് എന്ന് പറഞ്ഞാൽ 4 times mass of a proton, ചാർജ് എന്ന് പറഞ്ഞാൽ 2 times mass of a proton, charge of a proton accelerated through the same potential. അപ്പോൾ v തന്നെ കൊടുത്തു എന്ന് പറഞ്ഞാൽ h divided by root of 2 into 4 8 into 2 16 mQv. Now lambda proton is equal to h divided by root of
2mqv. രണ്ടിടത്ത് ഇനി നമ്മൾ റേഷ്യോ എടുക്കുന്നു. ലാംഡ ആൽഫ ഡിവൈഡഡ് ബൈ ലാംഡ പ്രോട്ടോൺ. റേഷ്യോ എടുക്കുമ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം കളയണം. ഇവിടെ എച്ച് കോമൺ ആണ്, എം കോമൺ ആണ്, ക്യൂ കോമൺ ആണ്, വി കോമൺ ആണ്. ഇത്രയും സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ ലാംഡ ആൽഫ എന്ന് പറഞ്ഞാൽ 1/√16. ലാംഡ പ്രോട്ടോണിൽ ബാക്കി വരുന്നത് ഡിനോമിനേറ്ററിൽ √2 വരും, അത് മുകളിലേക്ക് ചെല്ലും. That is equal to 1/√8, which is equal to 1/√m. So what is m is equal to? അർഷാദ, നീ വീണ്ടും തിരിച്ചു പോകുന്നൊരു സംശയം. m is equal to √8. ക്ലിയർ ആയല്ലോ? m is equal to √8. വീണ്ടും അടുത്ത ചോദ്യം. A proton and alpha particle are accelerated from rest by 2 volt and 4 volt respectively. The ratio of their de Broglie wavelengths is. വീണ്ടും നമുക്ക് നോക്കാം. ലാംഡ പ്രോട്ടോൺ h ഡിവൈഡഡ് ബൈ √2m(q) ഇൻറ്റു പ്രോട്ടോണിന്റെ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് 2 ആണ്, റൈറ്റ്? ലാംഡ ആൽഫ h ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു അല്ലെ 4m ഇൻറ്റു 2q ഇൻറ്റു എത്ര വോൾട്ടാ? 4 വോൾട്ട്. അപ്പൊ എത്ര വന്നു? h ഡിവൈഡഡ് ബൈ, കേക്കട്ടെ മക്കളെ, നോക്കടാ. 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 2 16, 16 ഇൻറ്റു 4 64 mq. ഇവിടെ 4mq. അപ്പോൾ ഇവിടുന്ന് ലാംഡ പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ലാംഡ ആൽഫ ഇസ് ഈക്വൽ ടു, കോമൺ ആയിട്ടുള്ള ആൾക്കാരായ എച്ചിനെ ആദ്യം കളഞ്ഞു, എച്ച് എമ്മും ക്യൂ ഒക്കെ കളഞ്ഞു. ബാക്കി വന്നിട്ടുള്ളത് 1/√4 ഇൻറ്റു √64. എനിക്ക് തോന്നുന്നു √64/√4 എന്ന് പറയുമ്പോൾ √16 വരും, അതിന്റെ റേഷ്യോ 4 വന്നു. സോ ആൻസർ ഈസ് 4:1. ഓക്കെ ഹാജിസ്, ഡു യു മീൻ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? നോ, ദ പ്രീവിയസ് വൺ പ്രോബബ്ലി. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ എന്തായി? 4 ആണ് കിട്ടുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം. ദ de Broglie wavelength of a molecule of a gas at room temperature is λ1. If the temperature of the gas is increased to 600 Kelvin, the de Broglie wavelength of the same gas molecule becomes. മക്കളെ, de Broglie wavelength of an electron, kinetic energy of a gas molecule എന്ന് നമ്മൾ പറയുന്നത് 3/2 kBt ആണ്. 3/2 kBt ആണ്. അപ്പോൾ de Broglie wavelength lambda is equal to h divided by √2 into 2m ke, that is 3/2 kBt. അപ്പൊ 2 into നമുക്ക് വെട്ടിക്കളയാം. സോ ലാംഡ ഈസ് ഈക്വൽ ടു h divided by √3m kBt. ഇത് നീറ്റിനും ജെഇക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/√t ആയി. മക്കളെ, ഇനി നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻ ഉള്ളൂ. ഇവിടെ ടെമ്പറേച്ചർ 300 ആയിരുന്നു, ഇവിടെ ടെമ്പറേച്ചർ 600 ആയി. ടെമ്പറേച്ചർ ഡബിൾ ചെയ്താൽ വേവ് ലെങ്തിന് എന്ത് പറ്റും? 1/√2 ആവും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ അഭിനവ്, ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/√t. യെസ്, അപ്പോൾ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 3. യെസ്, മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. യെസ്, ആൻ ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് v1 has a de Broglie wavelength of lambda, right? When the potential is changed to v2, its de Broglie wavelength increases by 50%. Yes, the value of v1 by v2 is equal to. ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് കുറച്ചുകൂടിയൊക്കെ എന്താ പറയുക, കുറച്ചുകൂടിയൊക്കെ കൺസെപ്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ വരുന്നത്. സോ ലാംഡ എന്ന് പറയുന്നത് ഓർ ലാംഡ ഇൻ ഇസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ √, ഓക്കെ റാദർ നമുക്ക് മറ്റേ ഫോർമുല തന്നെ ഉപയോഗിക്കാം. ലാംഡ ഈസ് ഈക്വൽ ടു 12.27 ഡിവൈഡഡ് ബൈ √v എന്നുള്ള ഫോർമുല തന്നെ ഉപയോഗിക്കാം, റൈറ്റ്? ഓർ ലാംഡ ഇൻറ്റു √v ഈസ് എ കോൺസ്റ്റന്റ് എഴുതാം. അപ്പൊ ഇവിടെ ലാംഡ ഇൻറ്റു √v1 ഈസ് ഈക്വൽ ടു ലാംഡ ഡാഷ് ഇൻറ്റു √v2. പക്ഷെ ലാംഡ ഡാഷ് എത്രയാ മക്കളെ? ഇവിടെ ഒരു ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് ഇൻക്രീസസ് ബൈ 50%, അല്ലെ? ലാംഡ ഡാഷ് എന്ന് പറയുന്നത് ലാംഡ പ്ലസ് ഇൻക്രീസ് ചെയ്യുക, അപ്പൊ പ്ലസ് അടിക്കണം. 50/100 ഇൻറ്റു ലാംഡ, ദാറ്റ് ഈസ് 1.5 ലാംഡ എന്ന് എഴുതാം. ലാംഡ ഡാഷ്, വാട്ട് ഈസ് ലാംഡ ഡാഷ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ലാംഡ എന്ന് പറഞ്ഞാൽ
lambda into root 2 V1 is equal to 1.5 lambda into root 2 V2, right? എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലാംഡയും വെട്ടിക്കളഞ്ഞാൽ root V1 by root V2 is equal, root V1 by common root ഇട്ട സ്ഥിതിക്ക് ഞാൻ V2 എന്ന് എഴുതിയാൽ 3/2 കൊടുക്കാം. എന്ന് പറഞ്ഞാൽ V1 by V2 is equal to എത്രയാടാ? 9/4. അപ്പൊ ഉത്തരം ഏതാ? ഓപ്ഷൻ 2 കിട്ടി, റൈറ്റ്? So V1 by V2 is equal to 9/4 is our answer, right? അപ്പോൾ നമുക്കിനി ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകാം. നമുക്ക് പരീക്ഷയ്ക്ക് അതിന്റെ റിലേഷൻസ് മതി. അപ്പോൾ ഈ അറേഞ്ച്മെന്റ് നിങ്ങൾ നോക്കുക. സോ വി ഗോട്ട് എ ഹൈ ടെൻഷൻ സപ്ലൈ, ലോ ടെൻഷൻ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ട്. ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നും പുറത്തു വരുന്ന റേഡിയേഷൻസ് ഒരു കൊളിമേറ്റഡ് ട്യൂബിലേക്ക് കടത്തി വിട്ടു. കൊളിമേറ്റഡ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇതാണ് നമ്മുടെ ചെറിയ ട്യൂബ്, കൊളിമേറ്റഡ് ട്യൂബ്. ഈ ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന ഇലക്ട്രോൺസ് ആക്സിലറേറ്റഡ് ആണ്. ഈ ആക്സിലറേറ്റഡ് ഇലക്ട്രോൺസ് ഈ നിക്കൽ ടാർജറ്റിൽ സ്ട്രൈക്ക് ചെയ്തു ആൻഡ് ഇറ്റ് ഹാസ് സ്കാറ്റേർഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ. ആ സ്കാറ്റർ ചെയ്യുന്ന റേഡിയേഷൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക മൂവബിൾ കളക്ടർ ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്. അത് ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഗാൽവനോമീറ്റർ കറണ്ട് മെഷർ ചെയ്യും. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ട ഇന്റൻസിറ്റി എന്താ പറയുന്നത്, ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് ഇലക്ട്രോൺസും സപ്ലൈ വോൾട്ടേജും നമ്മൾ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾ ഇവിടെ നോക്കൂ. അറ്റ് എ സപ്ലൈ ഓഫ് 54 വോൾട്ട്, 54 വോൾട്ടിലും സ്കാറ്ററിംഗ് ആംഗിൾ 50 ഡിഗ്രിയിലും ഇറ്റ് വാസ് ഒബ്സർവ് ദാറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ദ സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഈസ് മാക്സിമം. ആക്ച്വലി ഈ എക്സ്പെരിമെന്റ് എന്തിനു വേണ്ടി ചെയ്തതാണ്? ദിസ് എക്സ്പെരിമെന്റ് ഈസ് ഡൺ ബൈ ഡേവിസൺ ആൻഡ് ജെർമർ ടു എക്സ്പെരിമെന്റലി വെരിഫൈഡ്. ഡിബ്രോയ് പറഞ്ഞു ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ട്, പക്ഷെ അദ്ദേഹം അത് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്തില്ല. അത് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്ത ഒരു ആൾക്കാർ ഡേവിസൺ ആൻഡ് ജെർമർ ആയിരുന്നു, മറ്റൊന്ന് GP തോംസൺ ആയിരുന്നു. അപ്പൊ ഡേവിസൺ ആൻഡ് ജെർമർ പെർഫോംഡ് ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്. അപ്പോൾ അവിടെ അവര് യൂസ് ചെയ്തു ഡിബ്രോയ് വേവ് ലെങ്ത് കണ്ടുപിടിച്ചു 12.27 ഡിവൈഡഡ് ബൈ റൂട്ട് 54. മാക്സിമം ഇന്റൻസിറ്റി വന്ന 54 വോൾട്ടിലാണ്. ദിസ് കംസ് ഔട്ട് ടു ബി 1.67 ആങ്സ്ട്രോം. അപ്പോൾ ഇതാണ് ഡിബ്രോയ് പറഞ്ഞ ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് അവർക്ക് കിട്ടിയത്. ഇപ്പഴും നമ്മൾ ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ കണ്ടീഷൻ പറയുന്നുണ്ട്. അതനുസരിച്ച് 25 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ സ്കാറ്ററിംഗ് ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 25 ഡിഗ്രിയാണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ അനുസരിച്ച് ലാംഡ ഈസ് ഈക്വൽ ടു 2d സൈൻ തീറ്റയാണ്. ഇവിടെ തീറ്റയുടെ വാല്യൂ 90 - 25 വിച്ച് ഈസ് ഈക്വൽ ടു 65 ഡിഗ്രി. D is equal to 0.91 angstrom. അപ്പോൾ the wavelength was calculated as 2 into 0.91 sin 65. So 2 into 0.91 into sin 65 is also about 0.90. ഏതാണ്ട് എനിക്ക് കിട്ടും that is about 1.62 or 65 angstrom. ചെറിയൊരു വാല്യൂ ഇവിടെ കൂടെ വരാനുണ്ട്. about 1.65 ആങ്സ്ട്രോം ഈ പറയുന്ന ഡിഫ്രാക്ഷൻ കണ്ടീഷൻ അനുസരിച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റി. ഇവിടെ കിട്ടിയത് 1.67 ആങ്സ്ട്രോം, ഇവിടെ കിട്ടിയത് 1.65 ആങ്സ്ട്രോം. രണ്ട് റീഡിങ്ങും കൺസിസ്റ്റന്റ് ആണ്. സോ ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ വാസ് എക്സ്പെരിമെന്റലി വെരിഫൈഡ് ത്രൂ ഡേവിസൺ ആൻഡ് ജെർമർ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്. ഒരൊറ്റ ചോദ്യം കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കും ക്ലാസ്. Electron beam used in an electron microscope when accelerated by a voltage of 20 kilovolt has a de Broglie wavelength lambda 0. If the voltage is increased to 40 kilovolt, the de Broglie wavelength associated with the electron beam is വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. lambda proportional to 1/√v. Lambda dash by lambda is equal to root of v divided by v dash. ഇവിടെ വിയുടെ സ്ഥാനത്ത് 20 കിലോവോൾട്ട്, മറ്റേതിന്റെ സ്ഥാനത്ത് 40 കിലോവോൾട്ട്. അപ്പോൾ ഇത് കിട്ടുന്നു 1/√2. സോ ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു λ/√2 ഈസ് അവർ ആൻസർ. അപ്പൊ മക്കളെ, ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്ററിന്റെ ഡിസ്കഷൻ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്.
നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി കാണും, അല്ലെങ്കിൽ മനസ്സിലായി എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്താണ്. മക്കളെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് JEE എക്സാമിനേഷൻസ്. നന്നായിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് എഴുതുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഷുവർ ആഷ്ലി. DPP സൊല്യൂഷൻസ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും.